റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചെങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചെങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ളം വിതരണം മുടങ്ങിയ അവസ്ഥയിലാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. ഈ റോഡ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് കുഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 5-6 തവണ പൈപ്പ് പൊട്ടിച്ചു. അതെല്ലാം ജനങ്ങളെല്ലാം പിരിവിട്ടാണ് കയ്യിൽ നിന്ന് എടുത്ത് 10-20,000 രൂപ ചിലവായി. ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി. അതിൽ എല്ലാ പൈപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പടക്കം പൊട്ടിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ട് കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്. എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് വി ഡി തോമസ്, സെക്രട്ടറി കെ എസ് സുരേഷ്, മെമ്പർ വി ജെ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.